അടുത്ത നമുക്ക് പഠിക്കാനുള്ളതാണ് ചാർജ് സ്കെയിലിംഗ് ഡാക്ക്. അന്നേരം എ വെരി പോപ്പുലർ ഡാക്ക് ആർക്കിടെക്ചർ യൂസ്ഡ് ഇൻ CMOS ടെക്നോളജി ഈസ് ദ ചാർജ് സ്കെയിലിംഗ് ഡാക്ക്. സാധാരണയായിട്ട് പോപ്പുലറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡാക്ക് ആർക്കിടെക്ചറാണ് ഈ ചാർജ് സ്കെയിലിംഗ് ഡാക്ക് എന്ന് പറയുന്നത്. ഇത് ഈ ഫിഗറിൽ കാണുന്നതാണ് ഒരു ചാർജ് സ്കെയിലിംഗ് ഡാക്കിന് എക്സാമ്പിളാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അന്നേരം ഇതിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എ പാരലൽ അറേ ഓഫ് ബൈനറി വെയ്റ്റഡ് കപ്പാസിറ്റീസ് ടോട്ടലിംഗ് 2n കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ് ടു ആൻ ഒപ്പാം. അന്നേരം ഇതിനകത്ത് പാരലായിട്ട് ഒരു 2n കപ്പാസിറ്റേഴ്സ് ഒപ്പാമ്പുമായിട്ട് കണക്റ്റഡ് ആണ്. അതാ നോക്കേ, ഇവിടം തൊട്ട് C 2C 4C അങ്ങനെ 2n-Cയും പിന്നെ ഒരു സിയും കൂടെ ആകുമ്പോൾ 2n-C കപ്പാസിറ്റേഴ്സ് ഒരു ഒപ്പാമ്പുമായിട്ട് ഇതിനകത്ത് കണക്റ്റഡ് ആണ്. ദ വാല്യൂ ഓഫ് C ഈസ് എ യൂണിറ്റ് കപ്പാസിറ്റൻസ് ഓഫ് എനി വാല്യൂ. ഈ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് കപ്പാസിറ്റൻസിൻ്റെ ഏത് വാല്യൂ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. സിയുടെ വാല്യൂ 10 മൈക്രോഫാരഡ് എടുക്കുകയാണെങ്കിൽ എല്ലായിടത്തും എന്താണ് സിക്ക് പകരം എന്താ ഇട്ട് കൊടുത്താൽ മതി, 10 മൈക്രോഫാരഡ് ഇട്ട് കൊടുത്താൽ മതി. അന്നേരം ഇവിടെ ആകുമ്പോൾ 20 മൈക്രോഫാരഡ് 40 മൈക്രോഫാരഡ് അങ്ങനെ പോകും കേട്ടോ. അന്നേരം ഇനി ആഫ്റ്റർ ഇനിഷ്യലി ബീയിങ് ഡിസ്ചാർജ്ഡ്, ആദ്യം ഈ നമ്മളിത് വർക്ക് ചെയ്യിപ്പിക്കുന്നതിന് മുമ്പ് ഇതെന്താണ് ഈ കപ്പാസിറ്റേഴ്സ് എല്ലാം ഡിസ്ചാർജ്ഡ് ആണോ എന്ന് നമ്മൾ നോക്കും. എന്നിട്ട് ഇതിനകത്ത് കുറേ ഡിജിറ്റൽ സ്വിച്ചസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഡിജിറ്റൽ സ്വിച്ചസ് ഒന്നെങ്കിൽ വി റെഫറൻസുമായിട്ട് കണക്റ്റഡ് ആവും. ഇതുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ സ്വിച്ച് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നത് വി റെഫറൻസുമായിട്ട് കണക്റ്റഡ് ആവും, അല്ലെങ്കിൽ ഗ്രൗണ്ടുമായിട്ടായിരിക്കും കണക്റ്റഡ്. ഇനി അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ഒരു ഔട്ട്പുട്ട് ഫോം ചെയ്യും. ഈ ഔട്ട്പുട്ട് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് ഡിവിഷനാണ്, ഫങ്ഷൻ ഓഫ് വോൾട്ടേജ് ഡിവിഷനാണ്. ഈ കപ്പാസിറ്റർ സർക്യൂട്ടാണ് ഇവിടെ വോൾട്ടേജ് ഡിവൈഡേഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഫങ്ഷനായിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇനി നോക്കേ, ഇനി അടുത്തത് നമ്മൾ ഒരു ഇക്വലൻ്റ് സർക്യൂട്ടാണ് ഈ രണ്ടാമത് വരച്ചിരിക്കുന്നത്. ഇവിടെ MSB എന്ന് പറയുന്നത് 1 ആവുന്ന സമയത്തുള്ള ഇക്വലൻ്റ് സർക്യൂട്ടാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. അന്നേരം MSB 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിഗർ നോക്ക്, MSB 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതായിരിക്കും 1? ഇതെന്ന് പറയുന്ന ഈ ഒരു ബിറ്റ് മാത്രമായിരിക്കും 1. എന്ന് വെച്ചാൽ ഇതെങ്ങോട്ട് കണക്റ്റഡ് ആയിരിക്കും? വി റെഫറൻസിലോട്ട് കണക്റ്റഡ് ആയിരിക്കും, ബാക്കിയെല്ലാം ഗ്രൗണ്ടിലോട്ട് കണക്റ്റഡ് ആയിരിക്കും. ഇത് വി റെഫറൻസിലോട്ട് കണക്റ്റ് ആകുമ്പം ഇവിടെ എന്താ ഈ ഒരു 2n-Cയിൽ ഒരു വി റെഫറൻസ് എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് വരും. പിന്നെ ഇതിൻ്റെ ഇക്വലൻ്റ്, ഈ ഇത്രയും പാരലൽ കപ്പാസിറ്റേഴ്സിൻ്റെ ഇക്വലൻ്റ് എന്ന് വെച്ചാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? C+C+2C+4C+ അങ്ങനെയല്ലേ എടുക്കുന്നത് പാരലലിൻ്റെ ഇക്വലൻ്റ്. അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2n-1C. ഇതെന്ന് പറയുന്നത് ഈ ബാക്കിയുള്ളതിൻ്റെ എല്ലാത്തിൻ്റെ ഇക്വലൻ്റ് ഈ 2n-C എന്ന് പറയുന്നത് വി റെഫറൻസുമായിട്ട് കണക്റ്റഡ്. അന്നേരം നമുക്ക് ഇതിൻ്റെ ഈ ഒരു സർക്യൂട്ട് ഡയഗ്രത്തിൻ്റെ ഇക്വലൻ്റ് ഡയഗ്രം നമുക്ക് ഈ രീതിയിൽ വരയ്ക്കാൻ പറ്റും. ഇനി നോക്കൂ, ദ ടോട്ടൽ കപ്പാസിറ്റർ അറേ ടോട്ടൽസ് 2n-C. അന്നേരം ഇതിനകത്തുള്ള ടോട്ടൽ കപ്പാസിറ്റർ അറേ എന്ന് പറയുന്നത് 2n-C ആണ്. Therefore, MSB is high and the remaining bits are low. The voltage divider occurs between MSB capacitor and rest of the array. അന്നേരം MSB ഹൈയും ബാക്കിയെല്ലാം ലോയും ആണെങ്കിൽ വോൾട്ടേജ് ഡിവൈഡർ സെറ്റപ്പ് ചെയ്യുന്ന ഏതിൻ്റെയൊക്കെ അക്രോസ് ആയിട്ടായിരിക്കും? MSB കപ്പാസിറ്ററിൻ്റെയും പിന്നെ ബാക്കിയുള്ളതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഇക്വലൻറ്റിന് അക്രോസ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജിനുള്ള ഇക്വേഷൻ എഴുതാം. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇത് ഇത്രയും ഒരു വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ടാണ്. എന്ന് വെച്ചാൽ ഇവിടെ എന്ത് വരുന്നു അത് തന്നെ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. അന്നേരം ഇവിടെ വരുന്ന വോൾട്ടേജ് കണ്ടുപിടിക്കാൻ നമ്മളെങ്ങനെയാണ് മെയിൻ വോൾട്ടേജിൻ്റെ റെസിസ്റ്റൻസിൻ്റെ ദാറ്റ് ബ്രാഞ്ച് ഡിവൈഡഡ് ബൈ ടോട്ടൽ, ആ ഒരു കൺസെപ്റ്റിലാണ് എടുക്കുന്നത്. അന്നേരം ഇവിടെയും എന്താണ് VOT ഈക്വൽ ടു മെയിൻ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? വി റെഫറൻസ് ഇൻറ്റു ഈ ബ്രാഞ്ചിലെ കപ്പാസിറ്റൻസ് എന്ന് വെച്ചാൽ 2n-1 C ഡിവൈഡഡ് ബൈ ടോട്ടൽ കപ്പാസിറ്റൻസ്. ടോട്ടൽ എന്ന് വെച്ചാൽ എന്താണ്? 2n-1 ഇൻറ്റു C പ്ലസ് എന്താണ് ബാക്കിയുള്ള ഈ എഫക്റ്റീവ് മൊത്തത്തിൽ എല്ലാം കൂടെ ആഡ് ചെയ്യുന്നത്. അന്നേരം നമുക്ക് ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം: വി റെഫറൻസ് ഇൻറ്റു 2n-1 C ഡിവൈഡഡ് ബൈ ഇത് ഇത്രയും ബാക്കിയുള്ള ഇത്രയും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 2n-1 C ഉണ്ട്. അതിൻ്റെ കൂടെ ഈ ഒരു 2n-1 Cയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2n-C ആയിട്ട് മാറും. അന്നേരം 2n-1 C ഡിവൈഡഡ് ബൈ 2n-C. ഇതിനകത്തുനിന്ന് VOT ഈക്വൽ ടു വി റെഫറൻസ് ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടി. നമ്മൾ സാധാരണ MSB ബിറ്റ് 1 ആകുമ്പം അതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതിൻ്റെ മാക്സിമം വാല്യൂൻ്റെ പകുതിയായിരിക്കും അത്
റീഡ് ചെയ്യുന്നതെന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ നോക്ക്, വിച്ച് കൺഫേംസ് ദ ഫാക്ട് ദാറ്റ് MSB ചേഞ്ചസ് ദ ഔട്ട്പുട്ട് ഓഫ് ഡാക് ബൈ 1/2 വി റെഫറൻസ്. വി റെഫറൻസിൻ്റെ പകുതിയായിട്ട് ഡാക്കിൻ്റെ ഔട്ട്പുട്ട് MSB ബിറ്റ് 1 ആവുന്ന സമയത്ത് സെറ്റ് ചെയ്യുന്നു എന്നാണ് മീൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഇക്വേഷനെ ഒരു ജനറലൈസ്ഡ് ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യുകയാണ്. ജനറലൈസ്ഡ് ഫോം എന്ന് വെച്ചാൽ നമുക്ക് എന്താണ്, ഇതിപ്പം MSB 1 ആവുന്ന കേസാണ്. അതേപോലെ ഏതെങ്കിലും K ബിറ്റ് 1 ആവുന്ന സമയത്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് Vout is equal to 2k into C. ഈ n-1ന് പകരം 2k into C ഡിവൈഡ് ബൈ ടോട്ടൽ സെയിം ആയിരിക്കും 2n C എന്നത് ഇൻറ്റു വി റെഫറൻസ്. അന്നേരം ഇത് 2k - n ഇൻറ്റു വി റെഫറൻസ് എന്ന് നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റും. ഇനി അടുത്തത് നമുക്ക് kth ബിറ്റായിട്ടുള്ള DK എന്ന് പറയുന്നത് 1ഉം ബാക്കി എല്ലാ ബിറ്റും 0 ആണെങ്കിൽ ഈ ഇക്വേഷനെ ഒന്നുകൂടെ നമുക്ക് ജനറലൈസ് ചെയ്ത് എഴുതാം. Vout is equal to, ഇവിടെ ഒരു DKയും കൂടെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. Vout is equal to sigma k is equal to 0 to n-1 DK 2k - n ഇൻറ്റു വി റെഫറൻസ് എന്ന് എഴുതാൻ പറ്റും. ഇതെന്ന് പറയുന്നത് kth ബിറ്റ് 1ഉം ബാക്കിയെല്ലാം 0യും വരുന്ന കേസിൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഇക്വേഷനെ എഴുതാൻ പറ്റും. അന്നേരം ഇതാണ് ചാർജ് സ്കെയിലിംഗ് ഡാക്ക് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മെയിൻ ലിമിറ്റേഷൻ നമുക്ക് നോക്കാം. ചാർജ് സ്കെയിലിംഗ് ഡാക്കിൻ്റെ മെയിൻ ലിമിറ്റേഷനാണ് എക്സിസ്റ്റൻസ് ഓഫ് പാരസിറ്റിക് കപ്പാസിറ്റൻസ് അറ്റ് ദ ടോപ്പ് പ്ലേറ്റ് ഓഫ് ദ കപ്പാസിറ്റർ അറേ ഡ്യൂ ടു ഒപാംസ്. ഒപാമ്പ് മൂലം എന്താണ് പാരസിറ്റിക് കപ്പാസിറ്ററിൻ്റെ എക്സിസ്റ്റൻസ് ഇതിനകത്തുണ്ടാകുന്നു. പിന്നെ ദിസ് വിൽ പ്രൊഹിബിറ്റ് ഇറ്റ് യൂസ് ആസ് ഹൈ റെസൊല്യൂഷൻ ഡാറ്റ കൺവെർട്ടർ. അതുകൊണ്ട് നമ്മൾ ഹൈ റെസൊല്യൂഷൻ ഡാറ്റ കൺവെർട്ടറിനകത്ത് നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ യൂസ് ചെയ്യാറില്ല. എ ബെറ്റർ ഇംപ്ലിമെൻറ്റേഷൻ, ഇത് ഈ പാരസിറ്റിക് കപ്പാസിറ്റർ നമുക്ക് ആ ഒരു പ്രോബ്ലം നമുക്ക് അവോയ്ഡ് ചെയ്യാനുള്ള നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്വിച്ച്ഡ് കപ്പാസിറ്റർ ഇൻ്റഗ്രേറ്റർ സർക്യൂട്ട് ഡ്രൈവിംഗ് സർക്യൂട്ടായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ റെഡ്യൂസ് ദ പാരസിറ്റിക് കപ്പാസിറ്റൻസ് എഫക്റ്റ്. അങ്ങനെ നമുക്ക് എന്താണ് സ്വിച്ച്ഡ് കപ്പാസിറ്റർ ഇൻ്റഗ്രേറ്റർ സർക്യൂട്ട് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്ത് നമുക്ക് പാരസിറ്റിക് കപ്പാസിറ്റൻസിൻ്റെ എഫക്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഇതിനകത്തൊരു എക്സാമ്പിളാണ് പറയുന്നത്. ഡിസൈൻ എ 3-bit ചാർജ് സ്കെയിലിംഗ് ഡാക് and find the value of output for D2, D1, D0 is equal to 0, 1, 0 and 1, 0, 1. Assume that V reference is equal to 5 volt and C is equal to 0.5 volt. അന്നേരം നമുക്ക് ഇങ്ങനെ 3-bit ആകുമ്പോഴത്തേക്കും 3-bit T is 0.5 picofarad. അന്നേരം നമുക്ക് ഇങ്ങനെ ഒരു സർക്യൂട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്തെങ്കിലും വരയ്ക്കുക, ചാർജ് സ്കെയിലിംഗ് ഡാക്ക് ആകുമ്പോഴത്തേക്കും ആ ഒരു ചാർജ് സ്കെയിലിംഗ് ഡാക്ക് 3 ബിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. വരച്ചതിന് ശേഷം നമുക്ക് ആദ്യം ഡി ഈസ് ഈക്വൽ ടു എന്താ 0, 1, 0 എന്ന് പറയുന്ന ഡിജിറ്റൽ വേർഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കണ്ടുപിടിക്കാം. അതിനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു. എന്താണ് Vout is equal to, നമ്മളിവിടെ പഠിച്ചായിരുന്നു. Vout is equal to എന്താണ് 2k - n ഇൻറ്റു വി റെഫറൻസ് എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചു. അന്നേരം ഇവിടെ ആ സെയിം ഇക്വേഷൻ ചെയ്താൽ Vout is equal to 2k - n ഇൻറ്റു വി റെഫറൻസ്. അന്നേരം ഇത് 2kയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ഇക്വേഷന് 0, 0, 1, 0 എന്നാണ്. അതായത് ഇത് 0th ഡിജിറ്റ്, ഇത് ഫസ്റ്റ് ഡിജിറ്റ്, ഇത് സെക്കൻഡ് ഡിജിറ്റ്, അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത് D0, D1, D2. അന്നേരം ഇവിടെ D1 ആണ് 1. അന്നേരം കെയുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ D1 ആയതുകൊണ്ട് 1 ഇട്ട് കൊടുത്തു. ഇത് 0th, ഫസ്റ്റ്, സെക്കൻഡ്, ഇത് നമ്പർ ഡിജിറ്റ് എത്രാമത്തെ ഡിജിറ്റാണെന്നുള്ളതാണ്. അന്നേരം കെയുടെ വാല്യൂ നമ്മൾ 1 ഇട്ട് കൊടുത്തു. ഇത് എത്ര ബിറ്റാണ്, 3 ബിറ്റാണ്. അതുകൊണ്ട് n എന്ന് പറയുന്നത് 3 ആയിട്ട് എടുക്കാം. അന്നേരം 2⁻1 - 3 ഇൻറ്റു വി റെഫറൻസ്. വി റെഫറൻസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 5 വോൾട്ട് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 5 വോൾട്ട് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അന്നേരം നമ്മൾ ആ 5 വോൾട്ട് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഞാൻ 2⁻1 - 3 ഇൻറ്റു 5 വിച്ച് ഇസ് ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ 2² 1.25 വോൾട്ട് എന്ന് കിട്ടും. ഇനി അതേപോലെ നമുക്ക് അന്നേരം 0, 1, 0യുടെ കറസ്പോണ്ടിങ് അനലോഗ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ് 1.25 വോൾട്ടാണ്. ഇനി ഇതേപോലെ D is equal to 1, 0, 1 എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ബിറ്റ് 1 ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ എഴുതണം, സിഗ്മ k is equal to 0 to n-1 dk 2k - n ഇൻറ്റു വി റെഫറൻസ് എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ വേണം എടുക്കാൻ. ഇനി ഇതിനകത്ത് kക്ക് 0, 1, 2 എന്ന് പറയുന്ന വാല്യൂ ഇട്ട് കൊടുക്കുന്നു. അന്നേരം 0 ഇടുന്ന സമയത്ത് ഈ D0 എന്ന് പറയുന്നത് 1 വരുന്നുണ്ട്. അതേപോലെ D1 എന്ന് പറയുന്ന 0 ആണ്. D2 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അന്നേരം D0
1 വരുമ്പോഴത്തേക്ക് 2⁻0 - 3 എക്സിസ്റ്റ് ചെയ്യും. ഇനി ഇത് D1 എന്ന് പറയുന്ന 0 ആയതുകൊണ്ട് ഈ ടേം ഇല്ല. D2 എന്ന് പറയുന്നത് പിന്നെയും 1 ആയതുകൊണ്ട് നമുക്ക് 2⁻2 - 3 എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യും. അന്നേരം 1/2³ പ്ലസ് 1/2 അത് ഇൻറ്റു 5 അത് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് 3.125 ഇൻറ്റു വി റെഫറൻസ് ഇവിടെ ഉണ്ട്, പിന്നെ 3.125 വോൾട്ട് എന്ന് കിട്ടും. ഈ രീതിയിലായിരിക്കും ചാർജ് സ്കെയിലിംഗ് ഡാക്കിനകത്ത് നമ്മൾ അനലോഗ് വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്തതാണ് പൈപ്പ് ലൈൻ ഡാക്ക്. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് പൈപ്പ് ലൈൻ ഡാക്കാണ്. അന്നേരം ഈ കൊടുത്തിരിക്കുന്ന ഫിഗർ എന്ന് പറയുന്നത് ഒരു പൈപ്പ് ലൈൻ ഡാക്കിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രാമാണ്. നല്ല വൃത്തിയിലുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഒരു പൈപ്പ് ലൈൻ ഡാക്കിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാമാണ് ഇത്. അന്നേരം ഒരു നിങ്ങൾക്ക് സിലബസിലില്ല, ഒരു സൈക്ലിക് കൺവെർട്ടർ എന്ന് പറയുന്ന ഒരു ഡാക്കുണ്ട്. അതിൻ്റെ കുറേ കുറവുകളൊക്കെ പരിഹരിച്ചുകൊണ്ടുള്ളതാണ് ഈ പൈപ്പ് ലൈൻ ഡാക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സൈക്ലിക് കൺവെർട്ടറിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഈ പൈപ്പ് ലൈൻ ഡാക്ക് എന്ന് പറയുന്നത്. സൈക്ലിക് കൺവെർട്ടർ പഠിക്കാനില്ല കേട്ടോ. അന്നേരം ഹിയർ ദ സിഗ്നൽ ഈസ് പാസ് ഡൗൺ ദ പൈപ്പ് ലൈൻ ആസ് ഈച്ച് സ്റ്റേജ് വർക്ക് ആസ് വൺ കൺവെർഷൻ ദ പ്രീവിയസ് സ്റ്റേജ് ക്യാൻ ബിഗിൻ പ്രോസസ്സിങ് അനദർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈപ്പ് ലൈൻ ഡാക്കിൽ എന്താണ്, ഹിയർ ദ സിഗ്നൽ ഈസ് പാസ് ഡൗൺ ദ പൈപ്പ് ലൈൻ. സിഗ്നൽ ഈ പൈപ്പ് ലൈൻ വഴിയാണ് പാസ് ചെയ്യുന്നത്. ഓരോ സ്റ്റേജും എന്താണ് ഓരോ കൺവെർഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദ പ്രീവിയസ് സ്റ്റേജ് ക്യാൻ ബിഗിൻ പ്രോസസ്സിങ് അനദർ. ബാക്കിയുള്ളവരെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രീവിയസ് സ്റ്റേജ് യൂസ് ചെയ്യുന്നത്. അന്നേരം ഇനിഷ്യൽ എൻ ക്ലോക്ക് സൈക്കിൾ ഡിലേ ഈസ് എക്സ്പീരിയൻസ്ഡ് ആസ് സിഗ്നൽ മേക്സ് ഇറ്റ്സ് വേ ഡൗൺ ദ പൈപ്പ് ലൈൻ ദ വെരി ഫസ്റ്റ് ടൈം. എന്ന് വെച്ചാൽ ആദ്യം ഇത് നമ്മൾ ഈ കൺവെർഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് എൻ ക്ലോക്ക് സൈക്കിൾ ഡിലേ ഇതിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യും. കൺവെർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യമായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് എൻ ക്ലോക്ക് സൈക്കിൾ ഡിലേ ഇതിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യും. പിന്നെ കൺവെർഷൻ നടക്കുന്നതെന്ന് വെച്ചാൽ ഓരോ ക്ലോക്ക് സൈക്കിളിലും ഇതിനകത്ത് എന്ത് നടക്കും, കൺവെർഷൻ നടക്കും. അന്നേരം ഈ ഒരു എൻ ക്ലോക്ക് സൈക്കിൾ ഡിലേ എന്ന് പറയുന്നതാണ് ഇതിനകത്തെ മെയിൻ പ്രോബ്ലം. ആ ഡിലേ അങ്ങ് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ, ഇത് സ്റ്റാർട്ടിങ് മാത്രമേ ആ ഒരു ക്ലോക്ക് സൈക്കിൾ ഡിലേ വരുന്നുള്ളൂ. ആ ഒരു ഡിലേ നമ്മൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഇതിൻ്റെ ഈ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ആംപ്ലിഫയർ, ഈ ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് വെരി ആക്യുറേറ്റ് ആയിരിക്കണം ടു പ്രൊഡ്യൂസ് ഹൈ റെസൊല്യൂഷൻ. ഹൈ റെസൊല്യൂഷനെ നമുക്ക് കിട്ടണമെങ്കിൽ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് ആക്യുറേറ്റ് ആയിരിക്കണം. ആൾസോ ദിസ് ആർക്കിടെക്ചർ യൂസസ് n ടൈംസ് മോർ സർക്യൂട്ടറി ദാൻ ദാറ്റ് ഓഫ് സൈക്ലിക്. അതേപോലെ സൈക്ലിക്കിനെ കാട്ടിയും എന്താണ് n ടൈംസ് മോർ സർക്യൂട്ടറിയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്, ഈ പൈപ്പ് ലൈൻ ഡാക്കിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ പൈപ്പ് ലൈൻ ഡാക്കിൻ്റെ അതേപോലെ പൈപ്പ് ലൈൻ ഡാക്കിൻ്റെ വേറൊരു പ്രശ്നമെന്ന് പറയുന്നത് ഈ സ്പീഡും ചിപ്പ് ഏരിയയും തമ്മിലൊരു ട്രേഡ് ഓഫ് പ്രോബ്ലം ഉണ്ട്. പിന്നെ ഇതിനകത്തുള്ള വി ഔട്ടിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് dn-1 ഇൻറ്റു വി റെഫറൻസ് പ്ലസ് വി ഔട്ട് ഓഫ് n-1 ഇൻറ്റു 1/2 ആണ് ഇതിനകത്തുള്ള വി ഔട്ടിനുള്ള എക്സ്പ്രഷൻ. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ADC ആർക്കിടെക്ചറാണ്. ADC എന്ന് വെച്ചാൽ അറിയാലോ, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറാണ്. അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറിൻ്റെ ആർക്കിടെക്ചറാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അന്നേരം ഫിഗറിൽ കാണുന്നത് ഒരു ADC സർക്യൂട്ടാണ്. ഈ ഫിഗറിൽ കാണുന്നത് ഒരു ADC സർക്യൂട്ടാണ്. ഒരു ADC ഫ്ലാഷ് ADCയുടെ ഒരു സർക്യൂട്ട് ഡയഗ്രമാണ് ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ അനലോഗ് ടു ഡിജിറ്റൽ സർക്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് അനലോഗ് നേച്ചർ ആയിരിക്കും. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡിജിറ്റൽ സിഗ്നൽ ആയിരിക്കും. ഇതിനകത്ത് നമ്മൾ കുറേ റെസിസ്റ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ റെസിസ്റ്ററിൻ്റെ എല്ലാം ഫംഗ്ഷൻ എന്ന് പറയുന്നത് വോൾട്ടേജ് ഡിവൈഡേഴ്സ് ആണ്. ഓരോ ഒപ്പാമ്പും വർക്ക് ചെയ്യുന്നത് കമ്പറേറ്ററായിട്ടാണ്. ഈ ഒപ്പാമ്പിൽ ഈ ഇൻവെർട്ടിംഗ് ടെർമിനലിലെല്ലാം നമ്മൾ എന്താ കൊടുക്കുന്നത്, റെഫറൻസ് വോൾട്ടേജ് ആണ് കൊടുക്കുന്നത്. ഈ വി റെഫറൻസിനെ വോൾട്ടേജ് ഡിവൈഡ് ചെയ്തിട്ടുള്ള റെഫറൻസ് വോൾട്ടേജ് ആണ് ഓരോന്നിൻ്റെയും ഇൻവെർട്ടിംഗ് ടെർമിനലിൽ വന്ന് നിൽക്കുന്നത്. നമ്മൾ ഇൻപുട്ട്
നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ അപ്ലൈ ചെയ്യുമ്പം ഈ റെഫറൻസ് വോൾട്ടേജുമായിട്ട് കൺവെർട്ട് ചെയ്യും. നോൺ ഇൻവെർട്ടിംഗ് പോയിൻറ്റിലെ വോൾട്ടേജാണ് കൂടുതലെങ്കിൽ ഇവിടെ ഹൈ ഔട്ട്പുട്ടിൽ ഒപ്പാമ്പിൻ്റെ കമ്പയർ ചെയ്ത ഔട്ട്പുട്ട് ഹൈ ആവും നമ്മൾ കൊടുത്തിരിക്കുന്നത്. അന്നേരം നമ്മളിപ്പം ഒരു 3 എന്ന് പറയുന്ന വാല്യൂ ഏതെങ്കിലും ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇവിടെ ഒരു കമ്പാരിസൺ നടക്കും. അങ്ങനെ ആ കമ്പയർ ചെയ്യുമ്പോൾ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ വരുന്ന വോൾട്ടേജ് കൂടുതലാണെങ്കിൽ ഇത് ഹൈ വരും. അതേപോലെ നമ്മൾ കൊടുക്കുന്ന ലെവൽ ഇവിടം വരെ കൂടുതലാണെങ്കിൽ ഇവിടെ എല്ലാം ഈ ബിറ്റെല്ലാം ഹൈ വരും. ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ടെമ്പറേച്ചർ കോഡാണ് ഈ ഒരു ഫ്ലാഷ് ADC സർക്യൂട്ടിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നോക്കാം, ഫ്ലാഷ് ADC നോക്കാം. They use one comparator per condensation level, 2n-1 and 2n resistors. അന്നേരം ഇതിനകത്ത് നമ്മൾ ഒരു കമ്പറേറ്റർ ഓരോ കോണ്ടൻസേഷൻ ലെവലിൽ നമ്മൾ യൂസ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് 2n-1 കമ്പറേറ്റർ ആവശ്യമായിട്ടുണ്ട്. കൂടാതെ 2n റെസിസ്റ്റേഴ്സും നമ്മൾ ഈ ADC ആർക്കിടെക്ചറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഈ റെഫറൻസ് വോൾട്ടേജ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2n വാല്യൂസ്, ഈച്ച് ഓഫ് വിച്ച് ഈസ് ഫെഡ് ടു എ കമ്പറേറ്റർ. അന്നേരം ഈ റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത്, റെഫറൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത് 2n വാല്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതേപോലെ ഈ ഓരോ വാല്യൂവും നമ്മൾ എങ്ങോട്ട് കൊടുക്കും? കമ്പറേറ്ററിലോട്ട് കൊടുക്കും. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഏരിയ ആൻഡ് പവർ റിക്വയർമെൻറ്റ് ഓഫ് 2n കമ്പറേറ്റർ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഏരിയയും പവർ റിക്വയർമെൻറ്റും തമ്മിൽ ബന്ധമുണ്ട്. അതേപോലെ സ്പീഡ് ഈസ് ലിമിറ്റഡ് ബൈ സ്വിച്ചിങ് കമ്പറേറ്റേഴ്സ് ആൻഡ് ഡിജിറ്റൽ ലോജിക്. സ്പീഡ് എന്ന് പറയുന്നത് ഈ കമ്പറേറ്ററിൻ്റെ സ്വിച്ചിങ്ങിനെയും ഡിജിറ്റൽ ലോജിക്കിനെയും എല്ലാം റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഇനി അടുത്ത 3-bit ഫ്ലാഷ് കൺവെർട്ടർ ഇസ് ഷോൺ ഇൻ ഫിഗർ. നമ്മളിപ്പോൾ ഈ വരച്ചതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു 3-bit ഫ്ലാഷ് ADC ആണ് ഈ ഫിഗറിൽ കാണുന്നത്. അന്നേരം ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം ഓരോ കമ്പറേറ്റേഴ്സാണ്, പല കമ്പറേറ്റർ ലെവലാണ്. 3-bit ആകുമ്പോഴത്തേക്ക് നമുക്ക് 000 തൊട്ട് 111 എന്ന് പറയുന്ന വാല്യൂ വരെയാണ് നമുക്ക് കിട്ടുന്നത്. അന്നേരം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഇത്രയും കമ്പറേറ്റേഴ്സ് 7 കമ്പറേറ്റേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 2n-1 കമ്പറേറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അന്നേരം 3 ആകുമ്പോൾ 2³ -1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 8-1 ദാറ്റ് ഈസ് 7 കമ്പറേറ്റേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കൂടാതെ 8 റെസിസ്റ്റേഴ്സ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് ഈ സർക്യൂട്ടിൽ. ആ റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് വോൾട്ടേജ് ഡിവൈഡിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അന്നേരം നമ്മളിവിടെ ഒരു V റെഫറൻസ് എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്. ഈ റെസിസ്റ്റേഴ്സ് അതിനെ ഡിവൈഡ് ചെയ്ത് എല്ലാത്തിൻ്റെയും ഇൻവെർട്ടിംഗ് ടെർമിനലിലോട്ട് എല്ലാ കമ്പറേറ്ററിൻ്റെ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ റെഫറൻസ് വോൾട്ടേജ് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അന്നേരം ഓരോന്നിലും റെഫറൻസ് വോൾട്ടേജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിനി ഇൻപുട്ട് അപ്ലൈ ചെയ്യുകയാണ്. അന്നേരം ഇൻപുട്ട് എല്ലാത്തിൻ്റെയും നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ വരും. ഇനി ഈ ഇൻപുട്ട് റെഫറൻസ് വോൾട്ടേജിനെക്കാട്ടിയും കൂടുന്ന സമയത്ത് കമ്പറേറ്ററിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിക്കൊണ്ടിരിക്കും. നോക്കൂ, ഇത് ഈ ഫിഗറിൽ കാണുന്നത് ഇൻപുട്ട് വെർസസ് ഡിജിറ്റൽ കോഡ് ട്രാൻസ്ഫർ ക്യാരിയാണ് ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത് ഒരു 3-bit ഫ്ലാഷ് കൺവെർട്ടറിൻ്റെ. അന്നേരം 000 ആണെങ്കിൽ 000. ഇനി ഈ ഇൻപുട്ട് ഇൻക്രീസ് ചെയ്ത് 0.625 ആദ്യത്തെ കമ്പറേറ്ററിൻ്റെ റെഫറൻസിൽ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.625 ആണ്. ഇതിനെക്കാട്ടിയും കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ 0.625-നെക്കാട്ടിയും കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? ഇവിടെ 1 ആവും. അന്നേരം 0.625 എന്ന് പറയുന്ന വാല്യൂവിൽ 1-ലോട്ട് 001 എന്ന് പറയുന്നതിലോട്ട് ട്രാൻസിഷൻ നടക്കും. അടുത്തത് 1.25 എന്ന് പറയുന്ന വാല്യൂ എന്ന് വെച്ചാൽ ഇവിടെ വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ വരുന്ന വോൾട്ടേജ് റെഫറൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത് 1.25 ആണ്. 1.25-നെക്കാട്ടിയും കൂടുതലാണ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടെങ്കിൽ ഇവിടെ ഈ കമ്പറേറ്ററും 1 ആവും. അന്നേരം 1.25 വരുന്ന സമയത്ത് ഈ കമ്പറേറ്ററിൻ്റെ വാല്യൂ 1 ആവും, ഈ കമ്പറേറ്ററിൻ്റെ വാല്യൂ 1 ആവും. അന്നേരം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് കിട്ടും? 0.1 എന്ന് ഔട്ട്പുട്ട് കിട്ടും. അതേപോലെ ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. നമുക്ക് എന്ത് കിട്ടും? നേരത്തെ പോലെ ഒരു സ്റ്റെയർ കേസ് ട്രാൻസ്ഫർ ക്യാര കിട്ടും. ഇനി അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് ട്രാൻസിഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. 0യ്ക്കും 0.625-നും ഇടയിലാണെങ്കിൽ എല്ലാം 0. നേരത്തെ പറഞ്ഞു 0.625-നെക്കാട്ടിയും മേളിൽ വന്നു കഴിഞ്ഞാൽ 1.25-ന് താഴെയും 0.625-ന് മേളിലുമാണ് Vin-ൻ്റെ വാല്യൂ എങ്കിൽ C1 എന്ന് പറയുന്ന കമ്പറേറ്റർ 1 ആവും.
1.25നും അടുത്ത വാല്യൂ 1.875 മേളിലാണെങ്കിൽ അടുത്ത രണ്ട് C2 എന്ന് പറയുന്നതും 1 ആവും. എന്ന് വെച്ചാൽ ഇതിനകത്ത് കൺവെർഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു കോഡെന്ന് പറയുന്നത് തെർമോമീറ്റർ കോഡാണ്. അങ്ങനെ ഓരോ കമ്പറേറ്റർ മാറുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ആദ്യം എല്ലാം 0 വരുമ്പോൾ 0 0 0, ഒരെണ്ണം 1 വരുമ്പോൾ 0 0 1, രണ്ടെണ്ണം 1 ആയപ്പോഴത്തേക്ക് 0 1 0, ആ രീതിയിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇനി ഇതാണ് അതിൻ്റെ കോഡ് ട്രാൻസിഷൻ ഫോർ ഫ്ലാഷ് ADC എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് ആക്യുറസി ഇഷ്യൂ ഫോർ ഫ്ലാഷ് ADC ആണ് നോക്കുന്നത്. ഡിപ്പെൻഡ്സ് ഓൺ ദ മാച്ചിങ് ഓഫ് റെസിസ്റ്റർ സ്ട്രിങ് ആൻഡ് ദ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ഓഫ് ദ കമ്പാരറ്റീവ്സ്. അങ്ങനെ ആക്യുറസി ഇഷ്യൂ മെയിനായിട്ടും ബാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനെല്ലാം ബന്ധപ്പെട്ടാണ് ഈ മാച്ചിങ് റെസിസ്റ്റർ, ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസിൻ്റെ, ആ സ്ട്രിങ്ങിൽ യൂസ് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസിൻ്റെ മാച്ചിങ്ങിനെയും അതേപോലെ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്, കമ്പാരേറ്ററിൻ്റെ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജിനെയും ബന്ധപ്പെട്ടിട്ടാണ് ആക്യുറസി ഇരിക്കുന്നത്. ഇനി ഐഡിയൽ കമ്പാരേറ്റർ ഷുഡ് സ്വിച്ച് അറ്റ് എ പോയിൻറ്റ് അറ്റ് വിച്ച് 2 ഇൻപുട്ട്സ് V+ ആൻഡ് V- ആർ അറ്റ് സെയിം പൊട്ടൻഷ്യൽ. കാരണം ഐഡിയൽ കമ്പാരേറ്റർ ആണെങ്കിൽ സ്വിച്ച് ചെയ്യുന്നത് V+നും V-നും ഒരേ പൊട്ടൻഷ്യലിലായിട്ടായിരിക്കും നമ്മൾ ഐഡിയൽ കമ്പാരേറ്റർ സ്വിച്ച് ചെയ്യുന്നത്. അന്നേരം ഇവിടെ ചിലപ്പോൾ ഓഫ്സെറ്റ് വോൾട്ടേജ് കയറി വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് നടക്കും, പ്രശ്നം സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ ഓഫ്സെറ്റ് വോൾട്ടേജ് വരികയാണെങ്കിൽ Vout എന്ന് പറയുന്നത് 1 ആവുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ V+ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു V- + VOS എന്ന് വെച്ചാൽ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ വരുന്ന വോൾട്ടേജിൻ്റെ കൂടെ ഓഫ്സെറ്റ് വോൾട്ടേജും കൂടെ ആഡ് ആയാൽ മാത്രമേ എന്താണ് ആ വാല്യൂ ഏത് കൂടുതലാവും, നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് കൂടുതലാവും. നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്ലാഷ് ADCയിൽ കമ്പാരേറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു, ഇൻവെർട്ടിംഗ് ടെർമിനലിൽ നമ്മൾ എന്താ കൊടുക്കുന്നത്, ഇൻവെർട്ടിംഗ് ടെർമിനലിൽ നമ്മൾ കൊടുക്കുന്നത് റെഫറൻസ് വോൾട്ടേജാണ്. നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ നമ്മൾ എന്താണ് ഇൻപുട്ട് വോൾട്ടേജാണ്. അന്നേരം ഇൻപുട്ട് വോൾട്ടേജ് എപ്പോഴാണ് കൂടുന്നത്, ഓഫ്സെറ്റ് വോൾട്ടേജിൻ്റെ എഫക്റ്റും കൂടെ വരികയാണെങ്കിൽ ഇവിടെ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ കൊടുത്ത വോൾട്ടേജിൻ്റെ കൂടെ ഓഫ്സെറ്റ് വോൾട്ടേജും കൂടെ ആഡ് ആകുന്നതിനെക്കാട്ടിയും കൂടുതൽ വന്നാൽ മാത്രമേ കമ്പാരേറ്ററിൻ്റെ ഔട്ട്പുട്ട് 1 ആവും. ആ ഒരു സംഭവമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. Vout = 1 when V+ ഗ്രേറ്റർ ദാൻ or ഈക്വൽ ടു V- + VOS. അതേപോലെ 0 ആവുന്നത് ഇത് നേരെ തിരിച്ച് V- + VOSനെക്കാട്ടിയും കുറവാകുമ്പോൾ. ഇനി ദ വോൾട്ടേജ് ഓൺ ദ ith ടാപ്പ് ഓഫ് ദ റെസിസ്റ്റർ സ്ട്രിങ് വാസ് ഫൗണ്ട് ടു ബി. ith ടാപ്പിലെ വോൾട്ടേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് Vi = Vi ideal + Vref divided by 2n sigma k = 1 to I delta Rk divided by R. ഈ ഇക്വേഷൻ നമ്മൾ നേരത്തെ മറ്റേ അതാണ് ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് സ്പെസിഫിക്കേഷനകത്ത് പഠിച്ച ഇക്വേഷനാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് Vi ideal എന്ന് പറയുന്നത് ith ടാപ്പിലുള്ള വോൾട്ടേജാണ്. പിന്നെ Vi ideal എന്ന് പറയുന്നത് ith ടാപ്പിലുള്ള വോൾട്ടേജാണ്. എപ്പോൾ എല്ലാ റെസിസ്റ്റീവ്സും ഐഡിയൽ ആകുന്ന സമയത്തുള്ള ith ടാപ്പിലുള്ള വോൾട്ടേജാണ്. അതേപോലെ ഡെൽറ്റ Rk എന്ന് പറയുന്നത് എന്താണ് റെസിസ്റ്റൻസിൻ്റെ എററാണ് ഡെൽറ്റ Rk എന്ന് പറയുന്നത്. ഇനി സ്വിച്ചിങ് പോയിൻറ്റ് ഫോർ ith കമ്പാരേറ്ററിൻ്റെ സ്വിച്ചിങ് പോയിൻ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ്, ഇൻപുട്ടും ഓഫ്സെറ്റും കൂടെ ആഡ് ചെയ്യുന്ന വാല്യൂവിലാണ് സ്വിച്ചിങ് നടക്കുന്നത്. അന്നേരം VSW I = Vi + VOS, I എന്ന് നമുക്ക് എഴുതാം. ഇനി ഇൻ്റഗ്രൽ നോൺ ലീനിയാരിറ്റി എറർ കണ്ടുപിടിക്കാൻ എന്താണ് ഇൻ്റഗ്രൽ നോൺ ലീനിയാരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാം എന്താണ് സ്വിച്ചിങ് പോയിൻ്റ് വോൾട്ടേജ്. ith കമ്പാരേറ്ററിലെ സ്വിച്ചിങ് പോയിൻ്റ് വോൾട്ടേജിൽ നിന്ന് ഐഡിയൽ സ്വിച്ചിങ് പോയിൻ്റ് വാല്യൂ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റഗ്രൽ നോൺ ലീനിയാരിറ്റി കണ്ടുപിടിക്കാം. അന്നേരം ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അന്നേരം നമുക്ക് എന്താണ് ഈ V ideal പോയതിന് ശേഷം നമുക്ക് Vref divided by 2n sigma k = 1 to I delta Rk divided by R plus VOS into I എന്ന് നമുക്ക് കിട്ടും. ഇനി ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് INLൻ്റെ വേസ്റ്റ് കേസ് INL അല്ലെങ്കിൽ INL മാക്സിമം എന്ന് പറയുന്നത് ഈ ഡെൽറ്റ R ഡിവൈഡഡ് ബൈ ആറിനും അതേപോലെ VOS എന്താണ് ഓഫ്സെറ്റ് വോൾട്ടേജിനും മാക്സിമം വാല്യൂ വരുമ്പോഴായിരിക്കും എന്താണ് INL മാക്സിമം ആകുന്നത്. അന്നേരം ഇവിടെ മാക്സിമം എന്നുള്ള വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. ഇനി മാക്സിമം DNL എറർ എന്ന് പറയുന്നത് DNL മാക്സ് എന്ന് പറയുന്നത് നമുക്ക് എഴുതാം Vref divided by 2 into delta Ri divided by R plus 2 into modulus of VOX max എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ.